ഈ മധുരപ്രതികാരം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചിലർക്ക് ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ ചെയ്യാത്ത തെറ്റിനേൽക്കുന്ന ഒരു തിരിച്ചടി, അതിന്റെ പേരിൽ വേട്ടയാടി കഴിഞ്ഞാൽ വേട്ടയാടുന്ന വ്യക്തി പരിശുദ്ധൻ എന്നുള്ള നിലയ്ക്കായിരിക്കുമല്ലോ ആ രീതിയിലുള്ള ഡയലോഗ് അടിക്കുന്നത്. അങ്ങനെ ഒരു ദൃശ്യം ഇന്നിപ്പോ കേരള രാഷ്ട്രീയത്തിൽ കാണുകയാണ്. കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരി ഇന്നിപ്പോ PK ഫിറോസിന്റെ സഹോദരന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ വാചകം അത് ഒരു മധുര പ്രതികാരത്തിന്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ടും എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ അന്ന് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ബിനീഷ് കോടിയേരി കൂട്ടുകാരനെ ഒരു 5 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ചു, ബിസിനസ് തുടങ്ങുകയാണെന്ന് അറിയിച്ചതിന്റെ പേരിൽ ഒരു 2-3 വർഷം മുന്നേ സഹായിച്ച കാര്യം പിന്നീട് ഈ പണം വാങ്ങിച്ച ആൾ ഒരു മയക്കുമരുന്ന് കേസിൽ പെടുകയും അയാൾക്ക് ബിനീഷ് കോടിയേരി അക്കൗണ്ട് മുഖേന പണം അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു. അതിന്റെ പേരിൽ സംഘപരിവാർ കർണാടകയിൽ ഭരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ പോലീസിനെ വെച്ചൊരു കഥയുണ്ടാക്കി ബിനീഷ് കോടിയേരിയെ വേട്ടയാടിയ ചരിത്രം ആരും മറന്നിട്ടില്ല. ആ വേട്ടയാടൽ അത് കോടിയേരി ബാലകൃഷ്ണനെ വേട്ടയിടാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ്.